വെൽക്കം ടു പച്ചയം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ്. നമ്മുടെ ഈ US-ലും യൂറോപ്പിലൊക്കെ ഈ സമയത്ത് പൂക്കുന്ന ഒരു ചെടിയാണ്. ഞങ്ങളുടെ കൊന്നയാണിത്. ഫോർസിത്യ എന്ന് പറയും. ഞങ്ങളുടെ അല്ല, അയൽവാസിയുടെയാണ്. ഈ സൈഡിലേക്ക് നിൽക്കുന്നത് വെട്ടിയതാണ് ഞങ്ങൾ കുറച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടപ്രഥമനാണ്. അടപ്രഥമനെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പായസമാണെന്നാണ് ഒരു ജനറൽ ധാരണ എല്ലാവരുടെയും. പക്ഷേ റെഡിമെയ്ഡ് അടയും ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാലും ഉള്ളിടത്തോളം കാലം അത് ഭയങ്കര സിമ്പിൾ ഒരു പായസമാണ് ഉണ്ടാക്കാനായിട്ട്. അതിന് മെയിനായിട്ട് ശർക്കരയുടെ മധുരവും തേങ്ങാപ്പാലിൻ്റെയും നെയ്യിൻ്റെയും ചുക്കിൻ്റെയും ഒരു സ്വാദുമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി, മേ ബി 5 to 6 സോ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് തുടങ്ങാം അല്ലേ? ഞാൻ സാധാരണ പായസം ഇങ്ങനെ ഒരു ചീൻചട്ടിയിലാണ് ഉണ്ടാക്കുക. ഇത് നല്ല കട്ടിയുള്ള ചീൻചട്ടിയാണ്. ഇത് ഏകദേശം 1 കപ്പ് ശർക്കരയുണ്ട്. ഇവിടുത്തെ ശർക്കര ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പം ഭയങ്കര മധുരം ഉണ്ടാവും, ചിലപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല. ഞാനത് കാരണം കുറേ ആയിട്ട് പൊടിച്ച ശർക്കര യൂസ് ചെയ്യുന്നത്. അത് പിന്നീട് തീർന്നു പോയി. ഇതിപ്പം വലിയൊരു ബ്ലോക്കായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മോട്ടൺ പെസലിന്റെ പെസൽ വെച്ചിട്ട് ചെറിയ കഷ്ണമാക്കി ഇടിച്ചതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് എ ട്രയൽ ആൻഡ് എറർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ശർക്കരയുടെ മധുരം എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാണ്. ഇത് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്യും. വെള്ളം ഇത് തന്നെ ധാരാളം മതിയായിരിക്കും, ബിക്കോസ് നമ്മൾ ഇതിനെ വറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മധുരമായി തോന്നുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് സം ഓഫ് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ സേവ് ഇറ്റ് ഫോർ ലേറ്റർ. ഫ്രീസറിൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. എക്സ്ട്രാ ശർക്കര പാനി നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്താൽ മതി എന്തിനെങ്കിലും. അപ്പം ഇത് ഞാൻ തീ ഒരു മീഡിയം ടു സിമ്മിൽ ആക്കി വെച്ചേക്കാണ്. ഇത് ആയി വരുമ്പോഴേക്കും നമുക്ക് അട ഉണ്ടാക്കാം. അട വേവിക്കാനായിട്ട് 3 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓൾറെഡി ചെറിയ ചെറിയ കഷ്ണമായി മുറിച്ച അടയാണ് യൂസ് ചെയ്യണത്. ഇങ്ങനത്തെ അട യൂസ് ചെയ്യാം, റിബൺ അട എന്ന് പറഞ്ഞിട്ട്. ഇത് ഒറ്റ വലിയ പീസായിരിക്കും. അപ്പം നമ്മൾ ഇത് റഫ്ലി ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു വലിയ പിടി, ഒരു പകുതി പിടി. ഓരോ അടയും വ്യത്യാസമാണ്. അത് കാരണം എത്ര ഇത് വേവെന്ന് കറക്റ്റായിട്ട് എപ്പോഴും ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പം സംടൈംസ് ഞാൻ ഉണ്ടാക്കിയ ശർക്കരപ്പാനിക്ക് ഇത് ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പം വാട്ട് ഐ ഡു ഈസ് എക്സ്ട്രാ ഉള്ള സാധനം ഞാൻ പിന്നെ എടുത്ത് ഫ്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി പിന്നെ തിളപ്പിച്ചിട്ട് ആഡ് ചെയ്യും കുറവാണെങ്കിൽ. അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് തീ ഹൈയിൽ വെക്കാം. വെള്ളം തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് ഹീറ്റ് മീഡിയത്തിലേക്ക് കുറച്ച് വെക്കാം. ശർക്കര കുറേശ്ശെ അലിഞ്ഞു വരുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് വെക്കാൻ പോകണം, മധുരം ഇത് മതിയോ ഒന്ന്. പായസത്തിന് ഇത് പോരാ, അപ്പം കുറച്ചും കൂടി ആഡ് ചെയ്യണം. ഇത് പിന്നെ ഒരു 1/2 കപ്പ് കൂടി ശർക്കര ഞാൻ ആഡ് ചെയ്യണേ. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പതാണ്ടില്ലേ, നമുക്ക് ഇതങ്ങനെ അധികം പതഞ്ഞ് പൊങ്ങണ്ട. അത് കാരണം തീ ലോയിലേക്ക് വെക്കാം. വട ആവുന്നേ ഉള്ളൂ. പിന്നെ ഇത് വറ്റിക്കോട്ടെ കിടന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ അട ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇത്രയും വലുതായ നേരത്തെ അട. അപ്പോൾ ഇത് വെന്തോന്ന് അറിയാനുള്ള ടെക്നിക്ക് ഞാൻ ഒരു കത്തിയോ ഫോർക്കോ വെച്ചിട്ട് മുറിച്ച് വെക്കും. മുറിയുന്നുണ്ട് എളുപ്പത്തിൽ. എന്നിട്ട് ജസ്റ്റ് കഴിച്ചു വെക്കും. ബിക്കോസ് ഈ അടയ്ക്ക് ഭയങ്കര തിക്നെസ്സാണ്. സോഫ്റ്റൊക്കെയാണ്, പക്ഷേ ഇതിന് ഇപ്പോഴും പച്ചമാവിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ കുറച്ച് നേരം കൂടി തിളപ്പിക്കാൻ വയ്ക്കാൻ പോകണം കേട്ടോ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്നും ഒട്ടിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതുമല്ല വെള്ളം കുറച്ച് കൂടുതൽ വെച്ചുകൊണ്ട് ഇതിനിങ്ങനെ മൂവ് അറൗണ്ട് ചെയ്യാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് ടാണ്ടിക്കാനുള്ള ഒരു കാരണം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് ഫുള്ളി വെന്തു. ഇനി നമുക്ക് ഇത് വാർക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാനി ഇത്രയും വറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ വാർത്ത അടയാണിത്. വാർത്ത കഴിഞ്ഞിട്ട് ഇത് തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി ഈ അട ഇതുപോലെ തന്നെ മീഡിയം ഹൈ ഹീറ്റിലാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ അട ഈ ശർക്കരപ്പാനി കിടന്നിട്ട് ഫുള്ള് ആ ശർക്കരയുടെ സ്വാദും കൂടി അടയിലേക്ക് പിടിക്കണം. ഇത് വറ്റണം കേട്ടോ ഓൾമോസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ തീ മീഡിയമിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെക്കാം, ബട്ട് യു ഹാവ് ടു ബി ഹിയർ. ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ ഒട്ട് പിടിക്കാൻ പാടില്ല. 6 മിനിറ്റായി നമ്മൾ അട ഇതിൻ്റെ ഉള്ള ഇട്ടിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ തീ മീഡിയത്തിൻ്റെയും ഹൈയുടെ ഇടയിൽ വെച്ചിട്ട് ഇവിടെ തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഓൾമോസ്റ്റ് കുറുകി തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ ഒരു ഹീപ്പ് ടേബിൾ സ്പൂൺ നെയ്യ് കേട്ടോ നിറച്ചുകൊണ്ട്. ഇതിൽ പിശുക്കാൻ പാടില്ല, ബിക്കോസ് ആ നെയ്യിൻ്റെ സ്വാദാണ് ഈ ഒരു പായസത്തിൻ്റെ ഭയങ്കര ട്രേഡ് മാർക്ക്.
ഈ നെയ്യിൽ കുറച്ച് നേരം ഇട്ട് നമുക്ക് ഇത് വേവിക്കാം കേട്ടോ. ഇതിപ്പം നെയ്യ് ഒഴിച്ചിട്ട് 5 മിനിറ്റായി. തീ മീഡിയത്തിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഈ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യണേ. ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. കാരണം 1 അമ്പലം 2 അമ്പലം പരിപാടിയൊന്നുമില്ല. നേരെ ഡയറക്റ്റായിട്ട് ഈ കട്ടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ്. ഇത് 400 ml ക്യാനാണ്. ഇത് ഫുള്ള് ആഡ് ചെയ്യില്ല, കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ചവോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ബ്രാൻഡ് തേങ്ങാപ്പാലാണിത്. ആക്ച്വലി അമ്മ പറഞ്ഞു, അമ്മ എടപ്പള്ളിയിൽ ഒരു കടയിൽ ഇത് കണ്ടു എന്ന്. അത് തായ്ലാൻഡിൽ നിന്ന് വരുന്ന തേങ്ങാപ്പാലാണ്. എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് ലൈക്ക് 100 rupees സംതിങ് ഈ ഒരു ക്യാനിന്. അത് ഇവിടത്തെക്കാട്ടിലും ചീപ്പർ ആക്ച്വലി നോക്കുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞ പോലെ കുറേശ്ശെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമുക്ക് കളറ് മാറുമ്പോൾ അറിയാം. ഇത്രയും ഡാർക്കല്ല, നല്ലൊരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറാണ് വേണ്ടത്. ഇത്ര ഡാർക്ക് ആവാൻ പാടില്ല കളറ്. അപ്പോൾ അഗൈൻ നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്തു. ഫുൾ ക്യാൻ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ ക്യാൻ കഴുകി ഒന്നതിലേക്ക് ഒഴിക്കാം. ഇനിയിപ്പോൾ തീ നമുക്ക് മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വയ്ക്കാം. ഇതിന് തിളച്ചു തുടങ്ങണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മൾ നേരത്തെ ആ അട ശർക്കരയിലിട്ട് വേവിച്ചുകൊണ്ടാണ് അടയ്ക്ക് ഈ ഒരു കളർ കിട്ടിയേക്കുന്നത്. നല്ല തിളച്ച് വരുന്നുണ്ട്. കുറച്ച് കിടന്ന് തിളച്ചോട്ടെ, നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഈ ലൈറ്റ് കളർ കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട. തേങ്ങാപ്പാൽ വെന്ത് കഴിഞ്ഞാൽ ആ ശർക്കരയുടെ കളർ ബ്രൗൺ കളറായിട്ട് വരും. ജസ്റ്റ് ബി പേഷ്യൻറ്റ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച സ്ഥിതിക്ക് തീ നമുക്ക് കുറയ്ക്കാം. ഇത് ഒരു 10 മിനിറ്റായി നമ്മൾ തീയ് ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ വച്ചിട്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും സമയം എന്തായാലും ഇതിനെ തേങ്ങാപ്പാലിനെ കുക്ക് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ സ്വാദ് ആ ശർക്കരപ്പാനിയിലേക്ക് മിക്സ് ആയിട്ട് അതിൻ്റെ ട്രൂ സ്വാദ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ആദ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാണൊക്കെ തോന്നും സ്വാദ്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ശർക്കരപ്പാനിയുടെ പോലൊരു ടേസ്റ്റാണ് കൂടുതലുള്ളത്. ദാറ്റ് മീൻസ് തേങ്ങാപ്പാൽ കുറവാണ്. അപ്പം ഞാൻ വേറൊരു ക്യാൻ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളൊന്നും ഒഴിക്കില്ല, കുറേശ്ശെ ഒഴിച്ചു നോക്കുകയുള്ളൂ. ലൈക്ക് എ സെറ്റ്, തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വേവാൻ നല്ല സമയം കൊടുക്കണം. എന്നാലേ നമുക്കതിൻ്റെ ട്രൂ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ബിക്കോസ് ആ തേങ്ങാപ്പാലിൻ്റെ നല്ല സ്വാദുണ്ടാവും. ശർക്കര മധുരത്തിനാണ് വേണ്ടത്, അല്ലാണ്ട് ശർക്കരപ്പാനിയുടെ സ്വാദല്ല പായസത്തിന് വേണ്ടത്. വെന്ത തേങ്ങാപ്പാലിൻ്റെ സ്വാദാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതൊരു കുറച്ചല്ലേ ഉള്ളൂ, നേരത്തെ ഒഴിച്ചത്രയൊന്നുമില്ല. അത് കാരണം ഒരു 5 മിനിറ്റും കൂടി ഇത് വേവിച്ച് നോക്കാം. അതുമല്ല ഇത്ര ലൈറ്റായിട്ട് തോന്നണത് നിങ്ങൾക്ക് ഈ സ്റ്റൗവിൻ്റെ ലൈറ്റ് കൊണ്ടാണ്. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം അത് കണ്ടോ, ശർക്കരയുടെ നല്ല ഡാർക്ക് കളർ തന്നെയാണ്. ഇപ്പൊ തേങ്ങാപ്പാൽ ഇപ്പൊ ആഡ് ചെയ്തുകൊണ്ട് അത് വേവാത്തോണ്ടാണ് കുറച്ച് ലൈറ്റായി തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇത് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തേങ്ങാപ്പാൽ വേവിച്ച് വെക്കാം കേട്ടോ. രണ്ടാമത് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ്സ് ആയി. നോക്കുമ്പോൾ കുറച്ചും കൂടി വേണ്ട. ഞാൻ പറഞ്ഞില്ല, ശർക്കര വല്ലാണ്ട് ആ തേങ്ങാപ്പാലിനെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ 1.5 ക്യാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 1.5 കപ്പ് ശർക്കരയും ഒരു ഹീപ്പ് ടേബിൾ സ്പൂൺ നെയ്യ്, 1.5 ക്യാൻ തേങ്ങാപ്പാൽ, 1.5 പിടി അട, ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് തിളച്ചോട്ടെ. പായസത്തിലേക്ക് പൊടിച്ച ചുക്കും പൊടിച്ച ജീരകവും ആഡ് ചെയ്യുന്നുണ്ട്. 1.5 ടീസ്പൂൺ പൊടിച്ച ചുക്കും 1/4 ടീസ്പൂൺ പൊടിച്ച ജീരകവും. ഇതിപ്പോ നല്ല കുറുകി വരുന്നുണ്ട്. ഇതിനി വച്ചു കഴിഞ്ഞാലും ഭയങ്കര കുറുകും. അപ്പൊ അങ്ങനെ കുറുകി വരികയാണെങ്കിൽ കുറച്ച് തളിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, കുറുകി കഴിഞ്ഞാൽ ആ ലൂസാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ തേങ്ങാപ്പാലും വെള്ളമൊക്കെ ആഡ് ചെയ്തില്ല. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവട്ടെ കേട്ടോ, ചുക്കിന് ടേസ്റ്റ് ഉണ്ടോന്ന്. എല്ലാം കറക്റ്റാണ് ടേസ്റ്റ് കേട്ടോ, ഒന്നും ആഡ് ചെയ്യേണ്ട എക്സ്ട്രാ. 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടുകയാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ള സൈസിൽ മുറിക്കാം. ഞങ്ങൾക്ക് ഇത്തിരി വലിയ കഷ്ണമാണ് ഇഷ്ടം. ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് മുറിക്കാം കേട്ടോ. ഇത് ഫ്രോസൺ തേങ്ങാക്കൊത്താണ്, അതാണ് അതിൽ നിന്ന് വെള്ളം കടിക്കാൻ പുറത്തേക്ക്. ഇത് ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതലായി കഴിഞ്ഞപ്പോഴും ഞാൻ കുറച്ച് കാഷ്യൂ ഇടുന്നുണ്ട്. കാഷ്യൂ ഓപ്ഷണലാണ്. കാഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ്. ട്രഡീഷണലി പണ്ട് ഒറിജിനലി ഒന്നും കാഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ ആയിട്ട് വന്ന ഒരു പരിഷ്കാരമാണ് കാഷ്യൂ ആഡ് ചെയ്യുന്നത്. തീ വളരെ കുറച്ചായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊരു കാസ്റ്റ് അയൺ പാനുമാണ്, അപ്പോൾ വേഗം ചൂടാവും. നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ തേങ്ങാക്കൊത്തും അതിലേക്ക് ആഡ്. തീ ഓഫ് ചെയ്യാം കേട്ടോ. കണ്ട ഇപ്പോൾ ഇത്തിരി കുറുകിയിട്ടാണുള്ളത്.
ലൈക്ക് എ സെഡ് നമ്മൾ ചൂടാറിയിട്ട് സെർവ് ചെയ്യുമ്പോൾ പിന്നെയും കുറുകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ തിരക്ക് പിടിച്ചാണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ പായസം ടേസ്റ്റ് ചെയ്ത് വെക്കാനോ ഫിനിഷ് ചെയ്ത് വീഡിയോ എടുക്കാനോ മറന്നുപോയി. ബട്ട് വി ജസ്റ്റ് ടുക്ക് ദ പിക്ചേഴ്സ്. അതാണിത്. ദിസ് മേക്സ് അബൌട്ട് 5 to 6 servings. ഏതായാലും അപ്പോൾ തന്നെ പായസം മുഴുവൻ കാലിയായി. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വെരി വെരി ടേസ്റ്റി. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യണം ഇത്തവണ എന്തായാലും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വിഷു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.